വാർത്ത വരുന്നത് കണ്ണൂരിൽ നിന്നാണ്. അത് ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്കായി നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഇന്നാണ്. വൈകിട്ട് CPM-ന്റെ സ്മാരക മന്ദിരമാണത്. വൈകിട്ട് 5 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട പാനൂർ, ചെറ്റക്കണ്ടി, ഷൈജു, സുബീഷ് എന്നിവർക്കാണ് പാർട്ടി സ്മാരകം നിർമ്മിച്ചത്. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, നമ്മുടെ കേരളത്തിൽ ഈ കൗതുകകരമായ അല്ലെങ്കിൽ ആശ്ചര്യം ജനിപ്പിക്കുന്ന സംഭവമാണ് ഇങ്ങനെ ബോംബ് നിർമ്മാണത്തിൽ കൊല്ലപ്പെടുന്ന ആളുകൾക്ക് സ്മാരകം എന്നുള്ളത്. ഒരുപക്ഷെ ആദ്യമായിരിക്കും സംഭവിക്കുക. അത് CPM പോലെയുള്ളൊരു പാർട്ടിക്ക് അത് പറ്റുകയുമുള്ളൂ. ഒരുപാട് വിമർശനം സമൂഹത്തിൽ നിന്ന് ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും പാർട്ടി മുന്നോട്ട് പോകുന്നു. സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നു, അല്ലേ? തീർച്ചയായും 2015 ജൂൺ 6 ഈ രണ്ടുപേരുടെ മരണത്തിനിരയായ ബോംബ് സ്ഫോടനം ഉണ്ടായത്. പാനൂർ, ചേറ്റക്കണ്ടി, ഷൈജു, സുബീഷ് എന്നിവരാണ് അന്ന് മരിച്ചത്. 4 പേർക്ക് അന്ന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ ബോംബ് സ്ഫോടനത്തിൽ. പക്ഷേ ഈ പാർട്ടിക്ക് യാതൊരു പങ്കും ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടോ ഇല്ല എന്നായിരുന്നു CPM വിശദീകരണം നൽകിയത്. വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇവർക്കൊരു സ്മാരകം നിർമ്മിച്ച് ഇവരൊരു രക്തസാക്ഷി പരിവേഷം നൽകുന്ന രീതിയിലേക്ക് CPM എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇത്തരമൊരു രക്തസാക്ഷി മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നീങ്ങുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വിശദീകരിച്ചത് പാർട്ടി അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും എന്നതാണ്. പ്രാദേശിക തലത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു സ്മാരകമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം പാർട്ടി എടുക്കും എന്നാണ് അറിയിച്ചത്. എന്നാൽ പാർട്ടിയുടെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി തന്നെ ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് തന്നെയാണ്. അന്ന് പ്രാദേശികമായ വലിയ തിരിച്ചടികൾ നേരിടുന്ന ഒരു കാലത്ത് RSSനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്ന വിശദീകരണമാണ് ഈ സംഭവത്തിന് ഏറെ നാൾ ശേഷം CPM നൽകിയത്. നേരത്തെ ഈ സംഭവം നടന്ന ശേഷം, ഈ കൊല്ലപ്പെട്ട ശേഷം പ്രകടമായി ഇവരെ തള്ളിപ്പറയുന്നതിനുള്ള ഒരു നീക്കം CPM പറയുകയും CPM-ന് ഇത്തരത്തിൽ ബോംബ് രാഷ്ട്രീയവുമായി ബന്ധമില്ല, ബോംബുണ്ടാക്കേണ്ട ആവശ്യമില്ല എന്നടക്കം പറയുകയും ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇവരെ അംഗീകരിക്കുന്ന ഒരു നിലവിലേക്കാണ് മാറിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു സംഭവത്തെ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണമൊക്കെ നടക്കുന്നതിനിടെ ഏപ്രിൽ മാസം 6 പാനൂരിൽ സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു ബോംബ് സ്ഫോടനം ഉണ്ടായിരുന്നു. അതിൽ ഷെറിൽ എന്ന CPM പ്രവർത്തകൻ മരിക്കുകയും ഏതാണ്ട് 15ഓളം CPM പ്രവർത്തകരെ ഇതിൽ പ്രതികളാക്കി പിടികൂടുകയും ചെയ്തിരുന്നു. ഒരു CPM പ്രവർത്തകന് ഗുരുതരമായി കൈക്ക് പരിക്കേറ്റ് ഏൽക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണം തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ വലിയ ചർച്ചാ വിഷയമാവുകയും ഈ ആളുകളെ CPM കൃത്യമായി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. പാർട്ടിയോട് ചേർന്ന് നിന്നിരുന്ന എന്നാൽ പിന്നീട് പാർട്ടിയിൽ നിന്നും വഴിമാറിപ്പോയ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആളുകളാണ് ഇത്തരം ആക്രമണം നടത്തിയത്. CPM-ന് ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഈ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലടക്കം കൃത്യമായൊരു എതിർപ്പുമായി അല്ലെങ്കിൽ ഇതൊരു പ്രചാരണ ആയുധമായി രംഗത്തെത്തുകയും ചെയ്തു. അദ്ദേഹം സമാധാന യാത്ര വരെ അവിടെ നടത്തി. ഒപ്പം ഈ എതിരാളികൾക്കെതിരെ പ്രയോഗിക്കുന്നതിനാണ് ഈ ബോംബുകൾ ശേഖരിച്ചതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ പലരും DYFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും CPM-ന്റെ പ്രാദേശിക പ്രവർത്തകരും അടക്കമുള്ളവർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ അടക്കം ഇവരെ പൂർണ്ണമായി തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്ക് എത്തി. പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന എന്നാൽ പാർട്ടിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ്, അവരെ ഒരിക്കലും പാർട്ടിക്കാർ എന്ന നിലവിൽ പറയാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം ഇവരെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കാലം മാറുമ്പോൾ ഈ 2015 ബോംബ് സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പരിക്ക് പറ്റി മരിച്ച ആളുകൾ കാലം മാറിയപ്പോൾ രക്തസാക്ഷികളാവുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അവർക്കായി സ്മാരകം നിർമ്മിക്കുന്ന കാഴ്ച കാണുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഈ ഏറ്റവും ഒടുവിൽ പാനൂരുണ്ടായ സംഭവം ഒരുപക്ഷെ പാർട്ടിയുടെ പ്രതിരോധത്തിൻ്റെ ഭാഗമായെന്ന വിശദീകരണവും അവർക്കും സ്മാരകങ്ങൾ ഉയരുന്ന കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് കണ്ണൂരിലെ സാഹചര്യം. CPM-ന്റെ ഒരു സ്മാരകം ഇന്നവിടെ ഉയരുകയാണ്. സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നു. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട 2 പ്രവർത്തകർക്കായാണ് പാർട്ടി സ്മാരകം ഉണ്ടാക്കുന്നത്.